നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ടായിരുന്നു പറയാൻ? എന്ത് പ്രൂഫുണ്ട്? എന്ത് പ്രൂഫുണ്ട് നീ പറയുന്നതിന്? അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചേട്ടന്റെ പടങ്ങൾ വരുന്നത്. ചോദ്യം അതെ അതെ. അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻ ചേട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു റീല് കണ്ടായിരുന്നു. അതില് ധ്യാൻ ചേട്ടൻ തന്നെ ധ്യാൻ ചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അല്ല, ആ റീലിന്റെ കൺസെപ്റ്റ് അതാണ്, ഒരു പടക്കം തോളിലിട്ടുകൊണ്ട് വരുന്നത്. മനസ്സിലാകുന്നത്. അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാലോ അപ്പൊ കേറും. നിങ്ങളോ? ഞങ്ങള് മീഡിയ ടീം. നിങ്ങള് കാരണം എത്ര പടം എന്റെ ഓടി. ചേട്ടാ 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 പരിപാടി ഞാൻ ഈ പരിപാടി കുറച്ച് ഇതുവരെ കാണുന്നതാണ്. ചേട്ടനിപ്പോ നിങ്ങൾ കാരണം എന്റെ ഓടി ഒരു പടം പറഞ്ഞു. എനിക്ക് പറഞ്ഞ എന്റെ കൊള്ളാമത്തെ ഒരു പടം നിങ്ങൾ കാരണം നീ കാരണം ഓടിച്ചത്. നല്ലൊരു തിരക്കഥയുള്ള പടം ഓടിയിട്ടുണ്ട്. നല്ലൊരു തിരക്കഥയുള്ള പടം ഓടിയിട്ടുണ്ട്. ഏത് ചേട്ടൻ ഏത് നല്ല തിരക്കഥ പൊട്ടിയ പടം പറ. പൊട്ടിയ പടം പറ. നീ തോറ്റുപോയി. ഇല്ലില്ല, തോറ്റുപോയില്ല ചേട്ടാ. ചേട്ടാ, കപ്പൽ മുതലാളി ഇപ്പൊ 21 ഗ്രാംസ് പറഞ്ഞു. അല്ലല്ല, കപ്പൽ മുതലാളി ഞാൻ പറയട്ടെ. നിങ്ങളെ വിഷയത്തിൽ ചോദ്യം ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ചോദ്യം ഫിനിഷ് ചെയ്തോട്ടെ. അതായത് കപ്പൽ മുതലാളി താരതമ്യേന നല്ല പടമാണ്. നിനക്ക് ഇഷ്ടമായ നിന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടം എനിക്ക് ഇഷ്ടമില്ല പടം. പക്ഷെ 21 ഗ്രാംസ് താരതമ്യേന നല്ല പടം. ബോക്സ് ഓഫീസ് ഹിറ്റ് ആണെന്നല്ല പറയുന്നത്. കപ്പൽ മുതലാളി ബോക്സ് ഓഫീസ് ഹിറ്റ് അല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല. അത് ഞാൻ കണ്ടില്ല. ഒന്ന് പറയട്ടെ. ഞങ്ങളുടെ പോയിന്റ് ഒന്ന് കേക്ക്. എന്റെ പോയിന്റ് കാരണം ഇപ്പൊ തന്നെ ഞാൻ പറയാം. കുറച്ചേരം എല്ലാരും ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ.